ഹലോ ഗൈസ്, ഷബാനക്കിന്റെ പുതിയൊരു യൂട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം. സമയം എത്രയായി? അർദ്ധരാസാനും 6:10. അപ്പോൾ ഗൈസ്, ഇന്നാണ് നമ്മുടെ ഡാൻസ് പെർഫോമൻസ്. ഇന്നൊരു 12:30 നമ്മുടെ ഡാൻസ് പെർഫോമൻസ് തുടങ്ങുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കുറേ ടീമുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ലോട്ട് കിട്ടുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ പെർഫോമൻസ് എപ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യുന്നത് സ്റ്റേജ് കളിക്കും. അപ്പോൾ സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 6 മണിക്ക്, അതായത് പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എണീറ്റ് വന്നിരിക്കുകയാണ്. കണ്ടാൽ റിയോ ഓർഗാനിച്ച് വരില്ലേ ഇപ്പം? അഷ്കർ പീനസ് പ്രാക്ടീസ് ചെയ്യണ്ടേ? വരൂ. ഉറക്കപ്പിച്ചാണോ? ഇതാണ് ഞങ്ങളെ കൊച്ച്. ടെൻഷനിലാണോ നമി? ആരും വരുന്നില്ല. നമി എല്ലാരെയും വിളിച്ച് ടെൻഷൻ അടിക്കുകയാണ്. കണ്ടോ, കെ പി വളരെ ലേറ്റ് ആണ്. കെ പി എല്ലാരും ഉറക്കപ്പിച്ചിൽ വരുമ്പോൾ കെ പി മാത്രം ഫുൾ ഡ്രസ് ചെയ്ത്. ഇതിനായിരുന്നു ടൈം എടുത്ത് കെ പിക്ക്. ഗൈസ്, അങ്ങനെ അവിടെ ആൾക്കാർ വന്നു തുടങ്ങിയപ്പം നമ്മൾ സ്റ്റുഡിയോയിലോട്ട് തന്നെ വന്നു. ഇവിടെയാണ് ബാക്കി പ്രാക്ടീസ് കാര്യങ്ങൾ. ടെൻഷൻ ഉണ്ട് ഗൈസ്. പേഴ്സണൽ ഹെയർ സ്റ്റൈലിസ്റ്റ്. ആ മുടി കെട്ടുന്നതാണ് ഞങ്ങളുടെ ടീമിലെ ആദ്യത്തെ ലീഡ് ഡാൻസർ ആയിരുന്നു അല്ലേ? പക്ഷെ ചില തിരക്കുകൾ കാരണം ആൾക്ക് വരാൻ പറ്റിയില്ല. ഫുള്ളായില്ല. ലിപ്സ്റ്റിക് ഇടാനുണ്ട്, ഇവിടെ എന്തോ ഒരു മിനുക്ക് പരിപാടികളുണ്ട്, ഡ്രസ്സ് ഇടാനുണ്ട്. കുഞ്ഞ് നല്ലൊരു കുട്ടിത്തം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. എൻ്റെ കോലം കണ്ട് നിങ്ങളാരും പേടിക്കണ്ട. ഫുള്ളായിട്ടില്ല, ലിപ്സ്റ്റിക്കൊക്കെ ഇടാനുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി 3:30 പറഞ്ഞ 3:30 തുടങ്ങുന്നത്. പക്ഷേ 14 ടീമുണ്ട്. അപ്പോൾ ലോട്ട് എപ്പോഴും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. മേക്കപ്പൊക്കെ ചെയ്ത് ഇരിക്കട്ടെ. ബാക്കി നമുക്ക് വഴിയെ കാണാം. ബൈ. പിന്നെന്താ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. അങ്ങനെ ഫുള്ളാക്കി കണ്ണെഴുതിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഇവിടുന്ന് ബ്രെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ വട കിട്ടും. നമ്മൾ എത്ര കളിച്ചാലും അത് പുറത്ത് വരരുത്. ഇതുപോലെ വട ശക്തിമാനെ പോലെ ഉണ്ട് കെ പിനെ കാണാൻ. അഭിപ്രായം? ടെൻഷൻ ഉണ്ടോ? കെ പി കൂൾ അല്ലേ? എല്ലാരും കരയുമ്പോഴും കെ പി ചിരിച്ചോണ്ടിരിക്കും. ഇതാണ് ഞങ്ങളുടെ ആർട്ടിസ്റ്റ്. അരവിക്ക് ഒരു ഹായ് പറയൂ. ഇതാണ് ഒരു ഹെൽപ്പ് ചെയ്യോ? എവിടെയും കുറച്ച് സ്പഞ്ച് ഒപ്പിച്ചു കൊടുക്കോ? ഫുൾ വീഡിയോ എടുക്കണോ അതോ ബിറ്റ് ബിറ്റ് എടുക്കണോ? ലിപ്സ്റ്റിക് ഇടാതെ ഇതുണ്ടോ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? രവീന്ദ്രൻ, എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ലോട്ട് ലാസ്റ്റ് കിട്ടണമെന്നാണ് പ്രാർത്ഥന. മേക്കപ്പ് ഒക്കെ ചെയ്ത് രവീന്ദ്രന് പനിയായിരുന്നു. അതാണ് നമ്മൾ സ്പെഷ്യൽ മെൻഷൻ ചെയ്യണം. അതിന്റെ ടെൻഷൻ ഉണ്ടോ? അതിന്റെ ടെൻഷൻ ഉണ്ട്. ഫുൾ എനർജിയിൽ കളിച്ചിട്ട് വീഴുമെന്നാണ് പേടി. ഇപ്പോൾ ഫുൾ എനർജിയിൽ കളിച്ചിട്ട് എന്താണ് സംഭവം? പക്ഷെ ഫുൾ എനർജിയിലെടുത്ത് കളിക്കും മാക്സിമം. അതിലൊക്കെ അത്ര ടെൻഷൻ ഉണ്ടോ? നമ്മൾ 14ാമത്തെ ലോട്ടാണ് ലാസ്റ്റ്.
സ്കർപ്പിയനസ് ലോട്ട് എത്രയെന്ന് അറിഞ്ഞോ? 14ാമത്തെ ലോട്ടാണ്. വേണ്ടായിരുന്നു. അതെന്താ? കുറച്ച് മുന്നെയാണ് നമുക്ക് നമ്മുടെ പക്ഷെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ ഈ പ്രോഗ്രാം. നമ്മുടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ച നമുക്ക് കുറച്ചറിയുന്ന മറ്റുള്ള പെർഫോമൻസ് കാണാം. അതിലൊന്നും ഒരു കാര്യമില്ല. ഇതിപ്പോ നമ്മൾ ഫുൾ എനർജിയുള്ള പെർഫോമൻസ് മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കൽ മാത്രമേ. ഇത് ഇവളുണ്ട് കൂടെ. അദ്വൈത് അദ്വൈത് അതെ അതെ അല്ലേ? അപ്പൊ എന്താണ് അഭിപ്രായം? ജയിക്കണം. ജയിക്കും. അതാണ് ഞങ്ങളുടെ നമ്മള് പുതിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാണ്. ആയി പാറു, നിന്റെ മറ്റേ സാധനം പുറത്തു വരണം കേട്ടോ. ഇതെന്താ KP വിത്ത് ജൂനിയേഴ്സോ? ഓക്കെ പറ. ലേ എന്തുവാ കാണിക്കുന്നേ? കരച്ചില് ഇവിടെ നുള്ളി കരയിപ്പിക്കേണ്ടി വരും. നമ്മുടെ കൊറിയോഗ്രാഫർ അഭിജിത്ത് മോഹൻ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഇതാണ് നമ്മുടെ പോയിന്റ് നില. ഞങ്ങൾ TDMC 181, ട്രിവാൻഡ്രം 182. അതായത് ഞങ്ങളുടെ ഡാൻസ് പെർഫോമൻസ് ജയിച്ചു കഴിഞ്ഞാൽ Koreanite is gonna decide who is holding the zonal South Zone cup. നല്ല ടീമായിരുന്നു, നല്ല കൊറിയോയായിരുന്നു. ആ സ്റ്റേജിൽ വന്ന അത്രയും കുട്ടികൾ ഒരു മനസ്സോടെ ഒരു എനർജിയോടെ ഒരേപോലെ പെർഫോം ചെയ്യും എന്നുള്ളതാണ് ആ ഒരു ഫീൽ നമ്മളിലേക്ക് എത്തി എന്നുള്ളതാണ്. കാരണം ഇച്ചിരി നമുക്ക് എവിടെയൊക്കെയോ ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഒരു ചെയ്ത സമയത്ത് കുറച്ച്
വനികയുടെ